അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന പോഡ്കാസ്റ്റിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷം നിങ്ങൾ എവിടെയായാലും, വീട്ടിലോ യാത്രയിലോ ജോലിക്കിടയിലോ, ഒരു നിമിഷം മനസ്സ് ശാന്തമാക്കി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വചനമാണ് മത്തായി 4:4. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. But he answered and said, It is written, Man shall not live by bread alone, but by every word that proceedeth out of mouth of God. ഈ വചനം യേശു പറഞ്ഞത് ഒരു സാധാരണ സാഹചര്യത്തിലല്ല, പരീക്ഷണത്തിന്റെ നടുവിൽ, വിശപ്പിന്റെ നിമിഷത്തിൽ, ശാരീരിക ദൗർബല്യത്തിന്റെ സമയത്താണ്. എന്നിരുന്നാലും അവൻ പറഞ്ഞത് ജീവിതത്തിന്റെ യഥാർത്ഥ ആഹാരം അപ്പമല്ല, അത് വചനമാണ് എന്നാണ്. നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ ശരീരം ക്ഷീണിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ, നാം വചനം കേൾക്കാതെ എത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു? ആത്മാവ് ക്ഷീണിക്കുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് പോലെ, സമാധാനം ഇല്ലാത്തതുപോലെ. അത് പലപ്പോഴും ആത്മീയ വിശപ്പാണ്. ശരീരത്തിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ക്ഷീണം വരുന്നു. അതുപോലെ ആത്മാവിന് വചനം കിട്ടാതിരുന്നാൽ ധൈര്യം കുറയും, വിശ്വാസം ക്ഷയിക്കും. ദൈവവചനം ഒരു അക്ഷര സമാഹാരമല്ല, അത് മനസ്സിനെ മാറ്റുന്നു, അത് ഹൃദയത്തെ ശാന്തമാക്കുന്നു. ഒരു വചനം മതി ഭയത്തിന്റെ നടുവിൽ ആശ്വാസം നൽകാൻ, അന്ധകാരത്തിന്റെ നടുവിൽ വെളിച്ചം നൽകാൻ. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ സമൃദ്ധി വസ്തുക്കളിലല്ല, പദവിയിലല്ല, പണത്തിലല്ല. ജീവിതത്തിന്റെ മഹത്വം ദൈവ ഇഷ്ടത്തിന് കീഴടങ്ങുന്നതിലാണ്. സമർപ്പണം എന്നത് അതൊരു തോൽവിയല്ല, മറിച്ച് ജയമാണ്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ആത്മപരിശോധന നടത്താം. ഞാൻ ദിവസവും വചനത്തിനായി സമയം മാറ്റിവെക്കാറുണ്ടോ? എന്റെ തീരുമാനങ്ങൾ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണോ? ഒരു സമാപന പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ, ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ഞങ്ങളുടെ ആത്മാവിന് നിന്റെ വചനം ആവശ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, നിന്റെ വചനത്തെ അവഗണിക്കാതെ പ്രതിദിനം അതിൽ ആശ്വാസം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്ന ജീവിതം നയിക്കാൻ കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയം നിന്റെ വചനത്തിൽ ഉറപ്പിക്കണമേ. നിന്റെ വഴിയിൽ നടക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാം ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഈ പോഡ്കാസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുമായി ഇത് പങ്കുവെക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒരുമിക്കാം.